മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. ഇത് ചെറിയ ചെമ്മീനാണ്, ചെറിയ ടൈപ്പ്. ഈ ഫ്രൈ ഉണ്ടാക്കാൻ ചെറിയ ടൈപ്പ് ചെമ്മീനാണ് നല്ലത് കേട്ടോ. അല്ലാതെ ഒരുപാട് വലുതാകുമ്പം ഇത്രയും ടേസ്റ്റ് വരത്തില്ലേ. അപ്പം 1/2 കിലോ ചെമ്മീന്. പിന്നെ വേണ്ടത്, നമ്മളിത് ഫ്രൈ ചെയ്യുന്നതുണ്ടല്ലോ, കുറച്ച് കൂടുതൽ ചുവന്നുള്ളി ഇട്ട ഒരു 300 ഗ്രാമെങ്കിലും ഉണ്ടാകും ഈ ചുവന്നുള്ളി കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 വറ്റൽമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അത് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മള് ബീഫിനൊക്കെ ഇടത്തില്ലേ, അതുപോലെ ഇടാതെ ഒരു സ്വല്പം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടണേ. പിന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ, അത് 4 എണ്ണമാണ്, അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വല്പം പെരുജീരകം ഞാനൊന്ന് പൊടിച്ചിട്ട് അത് നമ്മൾ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ കറിവേപ്പില, ഉപ്പ്, അതെല്ലാം വേണേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണും കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്ക് വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഈ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇറങ്ങണേ. ചിലർക്ക് പിന്നെ പ്രോൺസ് ഒക്കെ കഴിക്കുമ്പോൾ ഗ്യാസിന്റെ ഒക്കെ ഓരോ പ്രോബ്ലം വരും. അന്നേരം നമ്മൾ ഈ 2-3 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ ആ പ്രശ്നം വരത്തില്ലേ. ഇനിയിപ്പോ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണം. ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. നല്ല ഒഴിച്ചുകറിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇത് വളരെ നന്നായിട്ട് പോവേ. ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊക്കെ വഴറ്റാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടിയും വെച്ച് കൊടുക്കരുത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ചെമ്മീൻ കിട്ടുന്ന ഒരു സമയമാണ്. ചെറിയ ചെമ്മീനും വലിയ പ്രോൺസ് വേണേ അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ടൈമായത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ചുവന്നുള്ളി മാത്രമൊക്കെ ഇട്ട് വെക്കുമ്പോഴേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് സ്പൈസി വേണിത്. ഇപ്പോൾ ഒരുമാതിരി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇത്. ഈ ചെമ്മീൻ ഉണ്ടല്ലോ, അധികം കുക്കിംഗ് ടൈം ഇല്ല കേട്ടോ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് അത് റെഡി ആയി കിട്ടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റല്ലേ ചെമ്മീൻ. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്താൽ ഉണ്ടല്ലോ, അത് റബ്ബർ പോലായി പോവും ചെമ്മീന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു 6 മിനിറ്റോളം ഒക്കെ നമുക്ക് ഇത് കുക്ക് ചെയ്താൽ മതി. 6 അല്ലേ, മാക്സിമം ഒരു 7 മിനിറ്റ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ആ പൊടികൾ ഓരോന്നുമായിട്ട് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുകയും വേണേ. ഈ വറ്റൽമുളക് ചതച്ചത് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. ഇനി ബാക്കിയുള്ള പൊടികളില്ലേ, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ സിമ്മിലേക്ക് ആക്കിയേക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ കറിക്ക് ആ ടേസ്റ്റ് വരത്തില്ലേ. ഇപ്പം ഈ പാനാണേലും നല്ല പോലെ ചൂടായല്ലേ കിടക്കുന്നത്. അപ്പം നമ്മൾ ഒന്നും കൂടെ തീ കൂട്ടിയിട്ട് കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ മുളക് പൊടി അതൊക്കെ ഇട്ട് വഴറ്റാൻ തുടങ്ങുമ്പോൾ സിമ്മിലേക്ക് ആക്കിയേക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയേക്കണേ. ഇനി നമുക്കുണ്ടല്ലോ ഈ ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്തേക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയം നമ്മൾ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോണേ. ഉപ്പ് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോഴുണ്ടല്ലോ ആദ്യം കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ കറിയുടെ എല്ലാ ടേസ്റ്റും പോകും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പം ഗ്രേവിയുള്ള കറിയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ചില കറിക്കകത്തൊക്കെ ആണെങ്കിൽ ഒന്ന് പൊട്ടറ്റോ, ശകലം പൊട്ടറ്റോ അരിഞ്ഞിട്ടിട്ടോ അങ്ങനെയൊക്കെയുള്ള ചിപ്സൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ, ഉപ്പൊക്കെ ഒന്ന് മാറാൻ. പക്ഷെ ഇതുപോലത്തെ ഫ്രൈ ഐറ്റം ആകുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ.
ഇപ്പൊ ചെമ്മീനകത്ത് ഞാൻ ഇത് ഫ്രൈ ചെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നൊന്നുമില്ല. ഈ ചെമ്മീനകത്തൊന്നും തന്നെ കുറച്ച് വെള്ളം ഒന്ന് പുറത്തേക്ക് വരുവേ, അതിൽ കിടന്ന് ഇത് കുക്ക് ആയിക്കോളും. നമ്മളിപ്പോ റോസ്റ്റ് ഒക്കെയാ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവേ. ഇതിപ്പോ ഫ്രൈ അല്ലേ, അപ്പൊ അധികം വെള്ളം ഇതിന്റെ ആവശ്യമില്ല. ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി, അതാണ് സേഫ്. ഇത് നമ്മൾ സിമ്മിൽ തന്നെ വെച്ചേക്കുവാണേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കാമേ. ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലേ, അപ്പൊ ഇടയ്ക്ക് ഇളക്കിയിട്ട് നോക്കണം. നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയേ. ഇനി തുറന്ന് നോക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മൾ വെച്ചിരുന്നതാ, പക്ഷെ ഇപ്പൊ കണ്ടോ കുറച്ച് വെള്ളം ഈ ചെമ്മീനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുവേ. അതേ കിടന്ന് വെന്താൽ മതി, കാരണം ഇത് ഫ്രൈ ആയിട്ട് എടുക്കല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഒരു സ്വല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണേ. ആദ്യം നമ്മൾ ഈ തുടക്കത്തിൽ സിമ്മിലാക്കണം, അപ്പോഴത്തേന് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിന് ഒരു സ്വല്പം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് അങ്ങ് ആക്കി വെച്ചേക്കണേ. നമ്മൾ ഇതിവിടെ അടച്ചു വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയേ. ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കണ്ടോ. ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ ചെമ്മീൻ ഫ്രൈ. വളരെ ഈസി. ആ ഒരു ചുവന്നുള്ളി ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു താമസമേ നമുക്ക് വരുന്നുള്ളേ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇത് സ്വല്പം പെരിഞ്ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇടത്തില്ലേ. ആ ഒരു ചെറിയൊരു ഫ്ലേവർ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇതൊരു സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പം എരിവ് അധികം വേണ്ടാത്തവര് അവസാനം ഈ കുരുമുളക് ഇടണമെന്നില്ല. എരിവ് കുറച്ച് ഇഷ്ടമുള്ളവര് അവസാനം ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ആ ഫ്രൈക്ക് ഉണ്ടാവും. കറിവേപ്പില ഇവിടെ ക്ഷാമമാണ് കറിവേപ്പില. ഇനി ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ അല്ലേ, അപ്പൊ ആ അവസാനം ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മുരിഞ്ഞു വരുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇത് നല്ല മോര് കാച്ചിയതിൻ്റെ കൂടോ അല്ലെങ്കിൽ നല്ല മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഒഴിച്ചു കറികളൊക്കെ ഉണ്ടല്ലോ, തക്കാളി കൊണ്ടുള്ള ഒഴിച്ചു കറികളും അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക തക്കാളി അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക മാങ്ങ, അങ്ങനെയുള്ള പല ടൈപ്പ് ഒഴിച്ചു കറികളുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഫ്രൈ ഐറ്റമാണ് ഇതേ. ചെമ്മീനൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത്. നമ്മൾ ഈ ഫ്രൈ വെക്കും, ഇങ്ങനത്തെ ഫ്രൈ വെക്കുമ്പോൾ എപ്പോഴും ഈ ചെറിയ ചെമ്മീൻ അതായിരിക്കും നല്ലത് കേട്ടോ. അതാകുമ്പോൾ ഒന്ന് കിടന്ന് മുരിഞ്ഞൊക്കെ വരാനേ ഈസി ആയിരിക്കും. വലിയ പ്രോൺസ് ഒക്കെ മേടിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇത്. ഒരു 5-6 മിനിറ്റിനകം നമുക്ക് ഈ ഫ്രൈ തയ്യാറാക്കാം. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായേ. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചുവന്നുള്ളിയിട്ട് വെക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണിത്. കഴിയുന്നതും ഈ ചെറിയ ചെമ്മീൻ മേടിക്കുക, അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല മോര് കാച്ചിയതോ അല്ലെങ്കിൽ നല്ല ഒഴിച്ചു കറികൾ, പിന്നെ അതിൻ്റെ കൂടെ ഒരു തോരന്, അച്ചാർ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ചെമ്മീൻ കൊണ്ട് തന്നെ ചെമ്മീനും തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് വെക്കുന്ന ഒഴിച്ചുകറികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ചെമ്മീൻ അല്ലെങ്കിൽ തക്കാളി ചെമ്മീൻ, അങ്ങനെയുള്ള ചെമ്മീൻ കറിയുടെ കൂടാണേലും ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.